ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അറിയുന്നത് എന്താ പറയുക, ഞാൻ രാവിലെ മുതൽ അങ്ങനെ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. കുറേ ദിവസമായില്ലേ നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ ഉച്ച കഴിഞ്ഞിട്ട് ആ ഒരു നോമ്പിൻ്റെ തന്നെ അങ്ങനെ എടുക്കണേ. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്നത്തെ പരിപാടി ഇതാ എണീച്ചു, അത്താഴം വേവിച്ചിട്ട് പോയി കടന്നു. പിന്നെ ഞാൻ അധികം കിടക്കൂല കേട്ടോ. എനിക്ക് അധികം കുറേ നേരം അങ്ങനെ കിടന്നാൽ എന്തോ ഒരു മന്ദബുദ്ധിയുള്ള പോലത്തെ അങ്ങനെ തോന്നും കേട്ടോ. ഒരു മന്തിപ്പ് പോലെ നമുക്ക് അങ്ങനെ ഒരു ഇതായി പോകും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരത്തെ എണീക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ഒരു 9 മണി വരെയൊക്കെ ഉറങ്ങിപ്പോയിട്ട് എനിക്ക് എണീച്ചിട്ട് എന്തോ ഒരു ജാതി കഴിഞ്ഞിട്ടോ അന്നത്തെ ദിവസം. പിന്നെ ഞാനൊരു 7 മണി 7:30 അതിൽ കൂടുതൽ ഞാൻ കിടക്കൂല കേട്ടോ. അങ്ങനെ നേരത്തെ തന്നെ എണീച്ച് വന്നതാണ്. അപ്പം വെയിലാവണേൻ്റെ മുന്നേ വെയിൽ കൊള്ളണേൻ്റെ ഇതിനുള്ള പണികളൊക്കെ അങ്ങോട്ട് വേഗം കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നോമ്പ് തുടങ്ങിയാൽ ഈ ചെടികളൊന്നും മര്യാദയ്ക്ക് നനച്ച് തന്നെ കൊടുത്തിട്ടില്ല ഇനി കേട്ടോ. നമ്മൾ നോമ്പെടുക്കണ്ടേ ചീറ്റകളെ കൊണ്ട് നോമ്പെടുപ്പിച്ച പോലെ തന്നെ ഇനി ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി പറയണത് നീച്ച് വന്ന് വേഗം പൈപ്പിൽ വെള്ളം ഉണ്ടായിന്. അപ്പോൾ ഓസ് ഇങ്ങോട്ട് എടുത്ത് കൊടുന്നിട്ട് ഓസൊക്കെ ഇട്ടിട്ടൊന്ന് ചെടി നനച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ബക്കറ്റിലുള്ളത് അങ്ങനെ ചിലപ്പോൾ കൊടുന്ന് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നല്ലാതെ കാര്യമായിട്ട് നല്ലോണം നനച്ചിട്ടില്ലേനു. അതേപോലെ തന്നെ എന്താണ് നമ്മളെ തെങ്ങും തൈയും സപ്പോട്ട തൈയും അതും ഇതൊക്കെ നട്ടീനല്ലോ. അപ്പോൾ അതിനൊന്നും വെള്ളം ഒഴിക്കാണ്ട് 2 ദിവസമായി. സാധാരണ ഞാൻ വൈകുന്നേരമാണ് ഇത് നനച്ച് കൊടുക്കൽ. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം ഇതിനൊന്നും ഇറങ്ങാനുള്ള ഒരു ടൈമില്ലല്ലോ. കിച്ചണിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങല്ലേ വെച്ചുണ്ടാക്കൽ, നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വൈകുന്നേരം ഇതിനുള്ളൊരു നേരമില്ല. രാവിലെ പിന്നെ വെയിലായാൽ പിന്നെ നനക്കാനിട്ട് ഇറങ്ങൂല്ല. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും വേണ്ടിയില്ല, എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മെനക്കെട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിച്ചുമോളൊക്കെ ഉണ്ടെങ്കിൽ ഓളൊക്കെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി ഇങ്ങനത്തെ പണിക്കൊക്കെ. പക്ഷെ ഓർക്കിപ്പോൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ഓരെയും കിട്ടണില്ലല്ലോ. കുട്ടികൾ രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോയാൽ വൈകുന്നേരമാണല്ലോ ലൈറ്റുകളും വരുന്നത്. പിന്നെ നിച്ചമൊക്കെ നോമ്പ് എടുക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുപ്പിക്കൂല കേട്ടോ. നമുക്ക് തന്നെ ഇവിടെ ഉച്ച കഴിഞ്ഞാലൊന്നും കഴിയണില്ല. അപ്പോൾ പിന്നെ കുട്ടികളെ കാര്യം പറയണ്ടല്ലോ. നാഫിമോനെ പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിച്ച് എടുപ്പിക്കൊന്നുമില്ല. ഓനക്ക് 8 വയസ്സൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഓനായിട്ട് എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ എന്നല്ലാതെ നമ്മൾ എടുക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് മുടക്കൂല്ല കേട്ടോ. പിന്നെ നമ്മൾ എടുക്കാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ ഓരോ എടുത്തിക്കില്ലെങ്കിലോ. അപ്പോൾ പിന്നെ ഓനായിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ വിചാരിക്കും. പിന്നെ സ്കൂളുള്ള ദിവസം ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് നിർബന്ധിക്കൂല. സ്കൂൾക്ക് നോമ്പെടുത്ത് പോയാൽ എന്താ ഇപ്പോൾ കഥ എന്നൊന്നിട്ട് അറിയണില്ലല്ലോ. അപ്പോൾ പുരയിലുള്ള ദിവസമൊക്കെ അങ്ങനെ എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുപ്പിക്കുന്നതാണ്. ഓന് എന്തായാലും 2 നോമ്പ് എടുത്തീനി കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ നനക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വേഗം പിന്നെ എന്താണ് മുറ്റം അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. സൈഡ് ഭാഗത്താണ് വല്ലാണ്ട് ചമ്മലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ചുറ്റോട് ചുറ്റും ഇനിയിപ്പോൾ എന്തെന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ചുറ്റോട് ചുറ്റും ഒന്ന് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം മുറ്റം ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ അകമൊക്കെ എല്ലായിടത്തും ഒതുക്കി പെറുക്കി വൃത്തിയാക്കി ഒന്ന് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ പാത്രം കഴുകുകയാണ്. അപ്പോൾ രാത്രി ഞാൻ എല്ലാ പാത്രവും കഴുകിയിട്ട് തന്നെയാണ് കിടക്കുക. പിന്നെ ഒഴിവാക്കിയിട്ട് കഴുകൂല കേട്ടോ. പൊലച്ചക്കത്തേക്ക് പിന്നെ ചൂടാക്കലും ഇതാക്കലൊക്കെ ചെയ്യണതുകൊണ്ട് പൊലച്ചക്കത്തെ പിന്നെ ഞാൻ കഴുകൂല കേട്ടോ പാത്രം. പിന്നെ എന്താ പറയുക, രാവിലെയാണ് കേട്ടോ ഞാൻ കഴുകുക. നാച്ചിമോനും ഓനിപ്പോൾ നാഫി നോമ്പെടുത്തില്ല, ഓർക്ക് തിന്നാൻ കൊടുക്കലും അതൊക്കെ ചൂടാക്കലും ഇതാക്കലൊക്കെ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ രാവിലെ തന്നെ എല്ലാം ഒഴിവാക്കിയിട്ട് അങ്ങനെ കഴുകലാണ്. കുട്ടികൾ ഉള്ളപ്പോൾ നമ്മൾ അടുക്കളക്ക് അങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മക്കളുള്ള വീട്ടിൽ ഇപ്പോൾ നമ്മളൊക്കെ നോമ്പെടുക്കണ്ടേൽ പൈറ്റിയൊക്കെ കൊടുക്കാണ്ടിരിക്കാൻ കഴിയൂലല്ലോ. അങ്ങനെ ഇതാ എല്ലാ പണികളും കഴിച്ചാണ്. തിരുമ്പലും കുളിയും ളുഹർ നിസ്കാരവും കഴിഞ്ഞിന് കേട്ടോ. അപ്പോൾ ഞാനും നാസിമോനും ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് അവിടെയാണ് കേട്ടോ നോമ്പ് തുറ. ഉസ്താദിൻ്റെ ചിലവാണ്. അപ്പം ഉസ്താദിൻ്റെ ചിലവായതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും നമ്മളെ കുടുംബം മൊത്തത്തിലില്ല, നമ്മൾ ഈ ബാവലിയിലുള്ള ചുറ്റുവട്ടത്തുള്ള നമ്മളെ കുടുംബങ്ങൾ എല്ലാവരും പാടെ അങ്ങനെ കൂടിയിട്ട് ഇവിടെ നിന്നാണ് ഇന്ന് നോമ്പുറ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ്. അനിയൻ്റെ ഓളുണ്ട്, താത്തണ്ട്, വേറൊരു അനിയൻ്റെ ഓള് പിന്നെ ഹോസ്പിറ്റലിലോ കാട്ടിക്കളോടോ പോയതാണ്. അപ്പോൾ ഓള് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നോമ്പുറാണെങ്കിലും തിന്നാൻ നേരത്തൊന്നല്ല കേട്ടോ. നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണെങ്കിലും തറവാട്ടിലാണെങ്കിലും നമ്മളവിടെ ആണെങ്കിലും നമ്മളെല്ലാവരും കൂടെ തന്നെ കൂടി ഉണ്ടാക്കലും ഇതാക്കലൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടെ നോമ്പും തുറന്ന് അങ്ങനെ വരികയാണ് കേട്ടോ. അതിലാണ് ഒരു സന്തോഷം ഒരു രസമൊക്കെ ഉള്ളത്. അങ്ങനെയാണല്ലോ. അപ്പോൾ ഉച്ച ആയപ്പോഴത്തേക്കും അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടുത്തെ പരിപാടി തുടങ്ങുകയാണ്. അപ്പം കുറച്ച് എല്ലാവർക്കും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്
എന്താണ് ഇറച്ചിയട നമ്മളെ തറവാടിൻ്റെ നമ്മളെ സ്വന്തം സ്പെഷ്യലായിട്ടുള്ള ഇറച്ചിയട ഉണ്ട്. അതില്ലാണ്ട് ഒരു പരിപാടി നമ്മളെ തറവാട്ടിൽ നടക്കൂല. അപ്പോൾ ഇറച്ചിയടയും കുറച്ച് പക്കവടയും അങ്ങനെ വലിയ ധാരാളിത്തം ആർഭാടായിട്ട് ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കി കൂട്ടി എണ്ണക്കടിയും അങ്ങനെയൊന്നും നമ്മൾ ചെയ്യൂല. ഒരു 2 എണ്ണക്കടി, ജ്യൂസ്, ഫ്രൂട്ട്സ് ഉണ്ടാവും. പിന്നെ എന്താണ് ഒരു ചോറും പിന്നെ അതിലേക്ക് ചിലപ്പോൾ പത്തിരിയോ നൂൽപുട്ടോ അതിലേക്കൊരു കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കുള്ളൂ കേട്ടോ. കുറേ വാരി വലിച്ച് അങ്ങനെ ഉണ്ടാക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു ചോറ് തന്നെ മതി. എല്ലാവർക്കും ചോറുകളോടാണ് ഇഷ്ടം കടീനെക്കാട്ടി കൂടുതൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം. അപ്പോൾ താത്താനോട് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ കാട്ടണത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ചോദ്യവും പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ അത് വന്ന പാടന്നെ വേഗം ഉള്ളി നന്നാക്കലും എല്ലാത്തിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്കവടക്കുള്ളത് ഇതാ ഞാൻ മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. റെസിപ്പി ആയിട്ടൊന്നും അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഓടിപ്പോയി നടന്ന് വീഡിയോ എടുക്കലും അതിൻ്റേതായിട്ടുള്ള റെസിപ്പി കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തലൊന്നും നടക്കൂലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ പക്കവടക്ക് ഉള്ളത് നമ്മളവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇറച്ചിയടക്കുള്ള മസാല ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ താത്ത ചിക്കൻ കറിയും നൂൽപുട്ടുമാണ്. ചിക്കൻ തേങ്ങ വറുത്തരച്ച കറിയും നൂൽപുട്ടുമാണ് കേട്ടോ. എല്ലായിടത്തും പത്തിരി തന്നെ വിചാരിച്ചിരുന്നപ്പോൾ നൂൽപുട്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നൂൽപുട്ടും തേങ്ങ വറുത്തരച്ച കറിയാക്കാമെന്ന് പറഞ്ഞിട്ട് അതിനേക്കുള്ള തേങ്ങ താത്ത വറുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കറിക്കുള്ളത് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ വറുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇറച്ചിയടക്കുള്ളത് നമ്മൾ സാധാരണ നമ്മൾ പുരയിൽ ആക്കലുണ്ടല്ലോ മസാലയൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ. അപ്പോൾ അതിനുള്ള മസാലയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സമൂസേൻ്റെ ഷീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മൈദയിൽ നമ്മൾ സാധാരണ ആക്കുമ്പോൾ തന്നെ പരത്തുകയാണ് കേട്ടോ. ഇതാണ് കുറച്ചൊരു ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ പരത്തുന്നതിന് കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു മാവ് ഫില്ല് ചെയ്ത് അതിൽ ബാലൻസ് വരുന്ന കഷ്ണങ്ങൾ മുറിച്ച് പിന്നെ അടുത്ത അതിലേക്ക് ഇങ്ങനെ കൂട്ടി കുഴക്കുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ചൊരു ടൈറ്റ് പോലെ വരും കേട്ടോ അത് കുഴച്ചെടുക്കാൻ. പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാം കഴിഞ്ഞൊന്ന് റാഹത്താവുക. ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊരു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു പൊരിഞ്ഞ് കളിക്കാതെ എല്ലാം റാഹത്തായിട്ട് തന്നെ നമ്മളെ നോമ്പ് ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മാവ് മൈദ പരത്തി കൊടുക്കുന്നുണ്ട്. ഓള് അനിയൻ്റെ ഓളത് മാവ് പിന്നെ നമ്മൾ അച്ചിൽ ഫില്ലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സാധാരണ ഈ ഒരു കടിയില്ലാത്ത ഒരു പരിപാടി നമ്മളിവിടെ നടക്കില്ല. നമ്മളെ പുരയിലൊന്നും ഇതങ്ങനെ ഉണ്ടാക്കലില്ലേനി കേട്ടോ. ഞാനിവിടെ നമ്മളെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കടീനെ കുറിച്ച് അങ്ങോട്ട് വലിയൊരു ഇതിങ്ങോട്ട് വരാൻ തുടങ്ങിയത്. ഇവിടെ അത് നിർബന്ധം തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ പറയില്ലേ നോമ്പിന് പത്തിരി എന്നുള്ളത്. പത്തിരി ചില സ്ഥലത്തൊക്കെ 30 ദിവസം നോമ്പിന് ചിലപ്പോൾ പത്തിരി ഇടുന്ന പെരയൊക്കെ ഉണ്ടാവും. അതുപോലെയാണ് ഈ ഒരു കടി നമ്മളെ ഇവിടെ കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടമാണ്. ഞമ്മക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം ഒന്ന് ഇതാക്കി ഫില്ലാക്കി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കൊക്കെ ഏകദേശം എണ്ണച്ചട്ടി വെക്കാനുള്ളൊരു സമയമായി. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ 6 മണിക്ക് എണ്ണച്ചട്ടി വെച്ചാലൊന്നും പരിപാടി നടക്കില്ല. കുറച്ച് ആൾക്കാരുള്ളതാണ് അങ്ങനെയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എണ്ണക്കടീൻ്റെത് ചുട്ടെടുക്കുകയാണ്. ഇറച്ചിയുടെ ചുടുകയാണ്. നൂൽപുട്ട് പിന്നെ താത്ത അടുപ്പത്തുനിന്ന് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നൂൽപുട്ടും ചോറും അടുപ്പത്തുനിന്ന് ആക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഗ്യാസുമെന്ന് ആക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോരോ പണികൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ വെള്ളവും ചായ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരും വരുന്നുണ്ട് കേട്ടോ. നാസിമോൻ ഇന്നിപ്പോൾ ഏട്ടൻ്റെ ഫോണ് ഓർക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചിയുടെ ഉണ്ടാക്കിയതിൻ്റെ മൈദേൻ്റെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓർക്ക് ഭൂരി ചുട്ട് കൊടുത്തതാണ്. കുട്ടികളെ നമ്മൾ പട്ടിണിക്ക് ഇടാൻ പറ്റൂലല്ലോ. കാരണം എന്താ വെച്ചാൽ പൊതുവേ നോമ്പിന് നമ്മൾ സാധാരണ പോലെ അങ്ങോട്ട് വെച്ചുണ്ടാക്കാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു കുഴപ്പമുണ്ടാവും. എന്നാലും ഓർക്ക് വൈകുന്നേരമൊക്കെ ആയപ്പോൾ അതിലേക്ക് വിശക്കണ്ട വിചാരിച്ചാൽ ചൂടോടെ ഫസ്റ്റ് ഓർക്കുള്ള ഭൂരി ഞങ്ങൾ ചുട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഓരത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ കടി ചുടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇറച്ചിയുടെ അതിങ്ങനെ കുറേ നേരം പരത്തി ഇങ്ങനെ വെച്ചാൽ അത് ഉണങ്ങി പോകുന്ന പോലെ ആയിപ്പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് അതങ്ങോട്ട് ചുട്ടെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പക്കവട ചുടാൻ വേണ്ടിയിട്ട് നിന്നത്. അതിൻ്റെ ഇടയ്ക്ക് താത്ത ഓരോന്നും അരക്കുന്നുണ്ട്, ചതക്കുന്നുണ്ട്. ഞങ്ങളെ കഥ പറയലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മളെ കുടുംബത്തിൽ വെച്ചാൽ ഏറ്റവും ചെറുതാണ് കേട്ടോ. ചെറുത് എന്ന് പറഞ്ഞാൽ ആൾ കുറവാണ് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ വലിയ കുടുംബമാണ്. കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിക്കലുണ്ട് കേട്ടോ. ഇന്നലത്തെ കമൻറ്റിലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെയാണ് സ്ഥലം എന്നുള്ളത്. ഞാൻ ഒരുപാട് വീഡിയോയിലൊക്കെ പറയുന്നതാണ്. പക്ഷെ അതൊന്നും കാണാത്ത ആൾക്കാരാണ് നമ്മളോട് ചോദിക്കണത്. പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ വയനാട്ടിലാണ് ബാവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാനന്തവാടി കാട്ടിക്കുളം ബാവലി ആ ഒരു ഭാഗമാണ് കേട്ടോ. കർണാടകയിലൊന്നല്ല, നമ്മൾ വയനാട് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് സ്ഥലം. എൻ്റെ വീട്
മീനങ്ങാടിയാണ്. ഇക്കാൻ്റെ വീടാണ് ഇവിടെ വലിയ കുടുംബമാണ്. 11 മക്കളും 2 പെങ്ങന്മാരും 9 ആണുങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വലിയ കുടുംബമാണ് നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളിതിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇനിയും ഒരുപാട് ആൾക്കാർ ഇതിൽ ഇനി ആൾ കൂടുതലാണ് വേണ്ടത് കേട്ടോ. നമ്മൾ കുറച്ച് ആൾക്കാർ, നമ്മൾ ബാവലി ചുറ്റുവട്ടത്തുള്ള ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഒന്ന് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. മാനന്തവാടിക്കാരൊന്നും ഓരോന്നും എത്തിയിട്ടില്ല. ഓരോന്നും ഇല്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്കൂളും ഒക്കെ ലീവ് ഇല്ലാത്തൊരു സമയമായത് കൊണ്ട് ആർക്കും അങ്ങനെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇറച്ചിയുടെ ചുട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിൽ തന്നെ വേഗം പക്കവടയും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ താത്ത കപ്സ ഉണ്ടാക്കുന്നുണ്ട്. കപ്സയാണ് കേട്ടോ ഇന്ന് ആക്കണത്. അപ്പം അതാക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചോറാക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. എല്ലാവർക്കും ഒരു വയറ് നിറച്ചാണ്ട് കഴിക്കാനേ ചോറാണ് നല്ലത്. അപ്പോൾ ചിക്കന് ഒക്കെ ഇട്ടിട്ടുള്ള, ചിക്കൻ പൊരിച്ചതല്ല, അല്ലാതെ ചിക്കൻ ഇട്ടിട്ടുള്ള കപ്സയാണ്. അപ്പം റെസിപ്പി ഞാൻ ഫോണും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും താത്ത അതിലേക്കുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും സൺഫ്ലവർ ഓയിലും പിന്നെ ഉള്ളി, ചെറുതായിട്ട് ഉള്ളി വാട്ടിയിട്ടുണ്ട്. അതിലേക്ക് തക്കാളീൻ്റെ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വെറുതെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലം, കപ്സേൻ്റെ മസാല, കുറച്ച് നമ്മളെ വക കുറച്ചൊരു മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഇത്തിരി ചിക്കൻ മസാല, അങ്ങനെയൊക്കെ വേണ്ടതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഉണക്ക നാരങ്ങ, അതുപോലെ ചിക്കൻ്റെ ആ ഒരു ക്യൂബില്ലേ അതൊക്കെ പാടെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കണമെന്ന് ഓരോരുത്തരും ഓരോരോ രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. അങ്ങനെ എന്തായാലും ചോറിൻ്റെ പരിപാടികൾ അവിടെ താത്ത ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തുനിന്ന് നമ്മൾ ജ്യൂസിനും അല്ലാതെ നമ്മൾ മുറിച്ച് വെക്കാനും കൂടെ വേണ്ടിയിട്ട് വത്തക്ക കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ കുറേ അടിച്ചുണ്ടാക്കേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ അല്ല കേട്ടോ, 5 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം കൂടെ പിന്നെയെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ജ്യൂസിനുള്ള കാര്യങ്ങൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് കപ്സയിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഉണക്കമുളക്, കാശ്മീരി ഉണക്കമുളകില്ല, ആ ഒരു ഉണക്കമുളക് ചൂടാക്കിയിട്ട് ഉള്ള ഒരു ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട് ചോറിലേക്ക്. അപ്പോൾ അതൊന്ന് കുറച്ച് എണ്ണയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വാട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ടൊരു ചെറിയൊരു കഷ്ണം ഉള്ളിയും, വലിയ ഉള്ളീൻ്റെ കഷ്ണവും, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒന്ന് ആ ഒരു എണ്ണയിൽ ഇട്ടെടുത്തു. പിന്നെ അതിലേക്ക് ബെല്ലവും സുർക്കയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തു കേട്ടോ. വെല്ലം ഇട്ടിട്ടുണ്ടായി. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അതാണ് കേട്ടോ അതിലേക്കുള്ള ഒരു ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് മുന്തിരി, ഓറഞ്ച്, വത്തക്ക അതൊക്കെ തന്നെ കഴിഞ്ഞിട്ടോ ഉണ്ടായിരുന്നത്. വത്തക്ക അതവിടെ ജ്യൂസ് അടിച്ചുകൊണ്ടും അരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ബാങ്ക് ഏകദേശം നമ്മൾ ടേബിളും കസാരയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇട്ടപ്പോഴത്തേക്ക് ഇതാട്ടോ കാർന്നോർമാർ ഇവിടെ കയറി ഇരിക്കുന്നുണ്ട് നോമ്പറക്കാൻ. ഞങ്ങൾ അവിടെ നിന്ന് എണീക്കൂലാന്ന് ഇപ്പോഴേ പറഞ്ഞു കേട്ടോ. അത് ഞങ്ങളെ സ്ഥലമാണ്, ഞങ്ങൾ എണീക്കൂല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓരവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മക്കൾക്കുള്ളത് വേറെ തന്നെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഓരോ ഇഷ്ടത്തിന് സമാധാനത്തിൽ ഒരു പ്ലേറ്റിൽ കടിയും ഫ്രൂട്ട്സും അതുപോലെ ഓർക്കുള്ള ജ്യൂസൊക്കെ ഓർക്ക് അവിടെ ഇപ്പുറത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തി. നൈറ്റുള്ള ഇതിൽ അങ്ങോട്ട് കഴിച്ചോളുമല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ അത് ഇപ്പുറത്ത് നമുക്കുള്ളത് വലിയവർക്ക് എല്ലാവർക്കും ഉള്ളത് പിന്നെ ഇപ്പുറത്തെ ടേബിളിലും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിന്. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അൽഹംദുലില്ലാ ബാങ്കൊക്കെ കൊടുത്തു. എല്ലാവരും ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ഇരുന്ന് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു തുറക്കൽ ബാങ്ക് കൊടുത്ത പാടുള്ള ആ ഒരു തുറക്കൽ കഴിഞ്ഞ് പിന്നെ തറാവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പുരയിലെത്തുമ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ആണുങ്ങൾ ഭക്ഷണം കഴിക്കലും ഉസ്താദുമാർ വന്ന് പോവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. അവരൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 3-4 ആൾ പെണ്ണുങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുത്തെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ 10-10:30 ആയപ്പോൾ നമ്മളെ പുരയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ നോമ്പുതുറ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവർക്കും ബൈ.